മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഡമ്പാണ്. പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ബിറ്റ് കോയിൻ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റ് കോയിൻ നമുക്ക് പ്രതീക്ഷയുണ്ട്. ബിറ്റ് കോയിനിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്. ഇപ്പോൾ ആൾട്ട് കോയിൻ എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ $40,000 പോയപ്പോൾ ഉള്ള അവസ്ഥയിൽ പരിതാപകരമായിട്ടാണ് പല ആൾട്ട് കോയിനും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മാറ്റിക് ആയിക്കോട്ടെ, പലതും നിങ്ങൾ നോക്കി അറിയാം, പല പ്രൊജക്റ്റുകളും. അപ്പം ഷിറ്റ് കോയിനുകൾ ഇപ്പോഴും വീണ്ടും പമ്പാവുന്നുണ്ട്. ഈ ഒരു ബിറ്റ് കോയിൻ ഒരു 66-67 വരെ വന്നില്ലേ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. അപ്പോൾ ആ റേഞ്ചിലൊക്കെ ഈ ഷിറ്റ് കോയിനായിട്ടുള്ള പെപ്പെ അങ്ങനെ സംഭവങ്ങളൊക്കെ പമ്പാവുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ആൾട്ട് സീസൺ എന്ന് പറയാൻ പറ്റില്ല. ആൾട്ട് സീസൺ വന്നതെന്ന് വെച്ചാൽ 2021-ലാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അന്ന് എല്ലാ ആൾട്ട് കോയിനും ഇപ്പോൾ ഒരു ആൾട്ട് കോയിൻ കുറഞ്ഞതൊരു 3x അല്ലെങ്കിൽ 2x അല്ല അതിൽ കൂടുതലൊക്കെയാണ് പമ്പ് ഉണ്ടായത്, കുറഞ്ഞ ഏതൊരു ആൾട്ട് കോയിനായാലും. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആൾട്ട് കോയിന് പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റോ ഇമ്പാക്റ്റോ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ആൾട്ട് കോയിൻ നല്ല രീതിയിൽ തന്നെ ഡൗൺലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് ആൾട്ട് സീസൺ വന്നു എന്ന് വെച്ചാൽ ആൾട്ട് സീസൺ വന്നിട്ടൊന്നുമില്ല. പിന്നെ ബൈ ചെയ്യുന്ന നല്ല റിസ്ക് ഉണ്ട്. ലോ ലെവറേജ് ബൈ ചെയ്യുക, അല്ല 10x 5x പോലും ഈ ഫ്യൂച്ചർ എടുക്കുന്നവരാണെങ്കിൽ ഈ ആൾട്ട് കോയിൻ ബൈ ചെയ്യരുത്. അത്രയും വലിയ ഫ്യൂച്ചർ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലോ ലെവറേജ് എടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ ബിറ്റ് കോയിൻ ആണെങ്കിൽ ഒരു സൈഡ് വൈസ് ആണ്. ഇപ്പം ബിറ്റ് കോയിൻ്റെ ഹാൽവിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചാളിങ്ങനെ കടന്നിട്ട് ഒരു 82K വരെയൊക്കെ എത്തും. എന്നിട്ട് ബിറ്റ് കോയിൻ വീണ്ടും നല്ല രീതിയിലായിരിക്കും ക്രാഷ് വരുന്നത് അവിടുന്ന്. അതുകൊണ്ട് അവിടെ വരെ എങ്ങനെയും എത്തിക്കാൻ നോക്കും. അതുകൊണ്ട് നിങ്ങളിപ്പം ബൈ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോയിൽ കിട്ടുന്ന ആൾട്ട് കോയിനൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാം, സ്പോട്ടിലായാലും ബൈ ചെയ്തിടാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ആൾട്ട് സീസൺ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ബൈ ചെയ്യുകയൊന്നും വേണ്ട. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് ഒരു 10% പമ്പായാലും നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ വേണമെങ്കിൽ ഇതാക്കാം. എന്തെങ്കിലും 10% ആൾട്ട് കോയിൻ പമ്പാവും. അല്ലാതെ ഭയങ്കരമായിട്ട് ആൾട്ട് സീസൺ ഒന്നും വന്നിട്ടില്ല. ഇനി വരാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അപ്പം ബിറ്റ് കോയിൻ്റെ പെർഫോമൻസ്, ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് കുറയുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ബിറ്റ് കോയിൻ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ബിറ്റ് കോയിന് നല്ല രീതിയിൽ തന്നെ ബൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട് ഒന്നും ബൈ ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ ബിഗ് വെയിലുകൾ വീണ്ടും വിൽക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. അവർ വീണ്ടും അവരുടെ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇതിനെ മാക്സിമം ലിക്വിഡേറ്റ് അടിച്ച് എല്ലാവരുടെയും പൈസ കളയുക. അപ്പോൾ എക്സ്ചേഞ്ച് ആണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യത്തുള്ളൂ. മാക്സിമം എല്ലാവരുടെയും പൈസ അടിക്കുക. അപ്പോൾ എല്ലാവരും അങ്ങ് ഇതായി പോകും. അപ്പം ബിഗ് വെയിലുകൾ തന്നെ ആ ഒരു ലോ പ്രൈസിൽ മേടിക്കുക. ആൾട്ട് കോയിനായാലും മറ്റുള്ള സംഭവമായാലും. ഇപ്പം ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് ഹൈ ആയി ബിറ്റ് കോയിൻ നല്ല രീതിയിൽ പമ്പാകുമ്പോൾ ആൾട്ട് കോയിൻ സ്വാഭാവികമായിട്ട് ഒരു 5-10% പമ്പാവും. അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ആൾട്ട് കോയിൻ പമ്പാവുമെന്ന് വെച്ചൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ മേടിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ബിറ്റ് കോയിനെ മാത്രമാണ് എപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നത്. ബിറ്റ് കോയിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക നിങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.